മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും 1000 നന്ദി. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് സമയത്തും കാണാവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. ഇവിടെ 2 കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഫീലിങ്സാണ് നിങ്ങളടുത്ത്. അവർ മനസ്സിൽ വിചാരിക്കുകയാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണർ നിങ്ങളാണ്. അത്രത്തോളം സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളടുത്തുണ്ട്. ഒരുപാട് സംസാരിക്കാനൊക്കെ ആ വ്യക്തിക്ക് തോന്നുന്ന ഒരു സമയമാണ്. ഒരുപാട് പ്രണയം മനസ്സിലകത്ത്, ഒരുപാട് നിങ്ങളടുത്ത് സ്നേഹം തോന്നുന്ന സമയമാണ്, പ്രണയം തോന്നുന്ന സമയമായിട്ടും കാണുന്നുണ്ട്. അത്രയ്ക്കധികം ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളുടെ വ്യക്തി കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പിണക്കത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഒരു പിണങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ദേഷ്യം നിങ്ങളുടെ അടുത്തുള്ളതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ മനസ്സിനകത്ത് നിങ്ങളാണ്, മുറുകെ പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ തന്നെ. പക്ഷേ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് നിങ്ങളുടെ വ്യക്തി ബ്ലോക്കാക്കിയതായിട്ടും കാണുന്നുണ്ട് ഇവിടെ. പക്ഷേ എന്നിരുന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളാണ്. ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ഒത്തിരി സ്നേഹമുണ്ട് ഈ സമയത്ത് നിങ്ങളോട്. പക്ഷേ എന്തോ ഒരു കാരണത്താൽ നിങ്ങളുടെ വ്യക്തി മൂൺ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു സംഭവം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മൂൺ ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തോ ഒരു അവരെ ഹേർട്ട് ചെയ്യിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തോ അവരെ മറന്ന് മറ്റാർക്കോ നിങ്ങൾ സ്നേഹം, അവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവരെക്കാളും പ്രാധാന്യം നിങ്ങൾ മറ്റാർക്കോ ആണ് കൊടുക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇതെല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല ഈ റീഡിങ്, പക്ഷെ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് 10 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. അത് തന്നെ അവർക്ക് നല്ലോണം ഹേർട്ടായിട്ടുണ്ട്. ആ ഒരു കാരണത്താൽ നിങ്ങളുടെ വ്യക്തി വിഷമിക്കുകയാണ്. ഒരു എന്തോ ഒരു സങ്കടം ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്നതായിട്ടാണ് കാണുന്നത്. അവരെ മനസ്സിനകത്ത് ഇങ്ങനെ വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അത്രയ്ക്കധികം ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുന്നുണ്ട് അവർ ഈ സമയത്ത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. വല്ലാത്തൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ബ്ലോക്ക് ചെയ്തത് നിങ്ങളെ. ആ തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്ത്. പക്ഷേ മനസ്സിനകത്ത് നിങ്ങളാണ് എന്നതും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് നിങ്ങളെന്തോ ഒരു സംസാരത്തിലൂടെ അവർക്കത് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്തോ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അവർക്ക് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തിൽ അവർക്കിപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിച്ച് അതിനൊരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഉള്ളത്. എന്തോ ഒരു കാര്യം അവർക്കൊരു എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കണം എന്ന് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിച്ച് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്തുണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴും അവർക്ക് ആ ഒരു സംഭവമാണ് അവരെ പിന്നിലോട്ട് വലിക്കുന്നത് എന്നതാണ് കാണുന്നത്. ഇവിടെ കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം ഇതെന്താണെന്നുള്ളത്. എസ് ഓ കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് പോലും അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. അത്രയ്ക്കധികം സ്നേഹവും ഫീലിങ്സും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ്. ചാരിയറ്റാണ്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരണം. പക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരത്തിൽ എന്തോ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടാനുണ്ട്. അത് നിങ്ങളോട് അവർ ചോദിക്കുന്നതായിരിക്കും. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. കാരണം ഇതെല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്ക് കൃത്യമായ ആൻസർ നിങ്ങൾ കൊടുത്തിരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്.
അതാണ് അവർ മൂവ് ഓൺ ചെയ്തതിൻ്റെ മെയിൻ കാരണം. അവർ നിങ്ങളിൽ നിന്നിപ്പോൾ മൂവ് ഓൺ ആണ്, പക്ഷെ അവർ തിരിച്ചു വരുമെന്നാണ് കാണിക്കുന്നത്. പക്ഷെ അതൊരു ക്ലാരിറ്റിയോട് കൂടി ഉള്ള ഒരു തിരിച്ചു വരവായിരിക്കും. കാരണം അവർ നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു സംസാരത്തിലൂടെ അവർക്കൊരു ക്ലാരിറ്റിയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു ക്ലാരിറ്റി വേണം അവർക്ക്, നിങ്ങൾക്കിടയിലും അവർക്കിടയിലും ഇനി ഒന്നുമില്ല എന്നുള്ള ഒരു ക്ലാരിറ്റി ആവാം. അത് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ വ്യക്തി ഇങ്ങനെ ഒരു മാറ്റം അവർക്കുണ്ടായത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ സ്നേഹത്തെ കണ്ടില്ലെന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം സ്നേഹം ഉണ്ടായിട്ടും അവർ അതിനെ ഇപ്പോൾ അത് മറന്നിട്ടുള്ള ഒരു ജീവിതമാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവർ ഡിസിഷൻ എടുത്തിട്ടില്ല, എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് അവരുള്ളത് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആളെ വല്ലാതെ വേട്ടയാടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പുതിയൊരു തുടക്കം നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്ത് പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ ഓക്കെ ആക്കാൻ അവരൊരുക്കമാണ്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളില്ലാത്തത് ആ വ്യക്തിയെ സംബന്ധിച്ച് മുന്നോട്ട് അവർക്കൊരു ലൈഫ് എന്തോ ഒരു സങ്കടം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവിടെ ആൾക്ക് ഒരു ജോലിയിലും ഏർപ്പെടാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കൂടുതലും എന്തോ ഒരു ഭാരം മനസ്സിനകത്ത് വിങ്ങിപ്പൊട്ടുന്ന ഒരു ഫീലാണ് നിങ്ങളുടെ വ്യക്തിക്ക് വരുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ആൾ സ്റ്റക്കാണ്. എന്ത് തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു തീരുമാനത്തിലും ഒരു ജോലി ചില സാഹചര്യത്തിൽ പറഞ്ഞാൽ ആൾ ജോലിക്ക് പോലും പോവാതെ വെറുതെ കൈയും കെട്ടി നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാതെ വെറുതെ കൈയും കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആരോടും ഇപ്പോൾ എല്ലാറ്റിനോടും ഇപ്പോൾ നിങ്ങളുടെ അടുത്തല്ല ബ്ലോക്കാക്കി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കിയിട്ടില്ലെങ്കിൽ തന്നെ ഇപ്പോൾ സൈലൻ്റായിട്ട് ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നുണ്ടാവാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനൊരു തീരുമാനം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു സംഭവം നിങ്ങൾക്കിടയിലുണ്ട്. നിങ്ങൾ ഈ വ്യക്തിനെ അവരെന്തോ ഹേർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട്, അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളടുത്താണ് കൂടുതലും ആ ഒരു ഇതുള്ളത്. നിങ്ങളെന്തോ ഈ വ്യക്തിനെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്തയിലാണ് ഈ വ്യക്തി മാറി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും കണക്റ്റ് ആവില്ല. നിങ്ങളാണ് ചീറ്റ് ചെയ്തത് എന്ന് വിചാരിച്ചിട്ടാണ് ആ വ്യക്തി മാറി നിൽക്കുന്നത്. അപ്പോൾ അവർക്കറിയാം, പക്ഷെ അതിനൊരു ക്ലാരിറ്റി അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം നിങ്ങളുടെ വ്യക്തിക്ക് വേണം. പെട്ടെന്ന് തന്നെ ആ ഒരു തീരുമാനത്തിന് വേണ്ടി അവർ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും എന്നും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി വരും. അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴുമായിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതൊരു ഹസ്ബൻഡ് വൈഫായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു ഫാമിലി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുട്ടികളൊക്കെ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് തന്നെ ഒരു ഹസ്ബൻഡായിട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ കാണുന്നത് അങ്ങനെയാണ്, വൈഫായിട്ടാണ് കാണുന്നത്, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, അതുപോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി നിങ്ങളിപ്പോൾ എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ഉള്ളവർക്കായാലും നിങ്ങളെ കാണുന്ന ഒരു ഫാമിലി ആയിട്ടാണ്, അവരുടെ തന്നെ ഒരു ഫാമിലി ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിൻ്റെ പേരിലാണ് ഈ ഒരു റീഡിങ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത്. നിങ്ങൾക്കിടയിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂസാണ് ഇതിൽ മെയിൻ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വ്യക്തി പിണങ്ങി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് അത് ശരിയാവും എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരും. അത് കാരണം ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്, എന്തോ ഒരു മുറിവ് നിങ്ങൾ ഉണ്ടാക്കിയതായിട്ടാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവും എന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. സി ആണ്, ലെറ്റർ സി ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ എ ചിത്തിര, അശ്വതി, എഫ് ലെറ്റർ എഫ്, കാർത്തിക, എം ലെറ്റർ എം ആണ്, അത്തം. 11 നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. ഒക്ടോബർ ലെറ്റർ കെ, ഡിസംബർ. ഡാൻസ് അറിയുന്നവരായിരിക്കാം നിങ്ങൾക്ക്. മാരേജ് സ്റ്റുഡൻറ്റ് ലെറ്റർ എച്ച് ആണ് വന്നിരിക്കുന്നത്. മലപ്പുറം, പൂയം നക്ഷത്രം, കൊല്ലം,
ഗൾഫ് രാജ്യം, ഡ്രൈവർ, മൂലം നക്ഷത്രം, ഉത്രം എന്ന് എഴുതിയിട്ടുണ്ട്. അനിഴം, ജനുവരി, ഇടുക്കി, മകം. ലെറ്റർ എൻ ആണ്, സെഡ് ആണ്, ലെറ്റർ സെഡ്, ബ്ലാക്ക് കളർ. നവംബർ മാസം, പുണർത്തം, ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. ഉത്രാടം, ലോയർ ആയിരിക്കാം. ലെറ്റർ എക്സ് ആണ്, എക്സ്. 21, 50, 38, 17, 18, 36. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്